കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൈക്കൽസൺ മോർലി എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു. അതിൽ നമ്മൾ T1 കാൽക്കുലേറ്റ് ചെയ്തു. T1 എന്ന് പറയുന്നത് നമ്മുടെ റിഫ്ലക്റ്റ് ചെയ്തു പോയ ലൈറ്റ് റേ പിയിൽ നിന്ന് ട്രാവൽ ചെയ്ത് M1-ലെത്തി M1-ൽ നിന്ന് P എന്ന് പറയുന്ന പോയിന്റിലേക്ക് തിരിച്ചു വരാൻ എടുക്കുന്ന ടൈമാണ്. അത് നമ്മൾ ഡിറൈവ് ചെയ്തു. T1 is equal to 2L/c into 1 plus v² divided by 2c². അപ്പോൾ ഇതാണ് നമ്മുടെ T1-ന്റെ വാല്യൂ. ദിസ് ഗോസ് ഫോർ ദി ഫസ്റ്റ് റേ, അതായത് മുകളിലോട്ട് റിഫ്ലക്ട് ചെയ്ത് താഴോട്ട് വരുന്ന റേ. ഇനി നമുക്ക് T2 കണ്ടുപിടിക്കണം. ഈ T2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ ലൈറ്റ് റേ ടു ദ റിഫ്രാക്റ്റഡ് ലൈറ്റ് റേ. റിഫ്രാക്ട് ചെയ്ത ലൈറ്റ് റേ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് M2-ലെത്തി വീണ്ടും P എന്ന് പറയുന്ന പോയിന്റിലേക്ക് തിരിച്ചെത്താൻ എടുക്കുന്ന ടൈമാണ് നമ്മൾ T2 എന്നെടുക്കുന്നത്. അപ്പം നമുക്ക് T2 ഡിറൈവ് ചെയ്യണം. അപ്പം ഇവിടെ നമ്മൾ ഓൾറെഡി നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L ആണ്. ആൻഡ് വി നോ ദാറ്റ് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇയാൾ ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോഴും തിരിച്ച് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോഴും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. പക്ഷേ അവിടെ വെലോസിറ്റി ഡിഫറൻസ് ഉണ്ട്. ആ വെലോസിറ്റി എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയി വരുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മെൻഷൻ ചെയ്തതിൽ ചെറിയൊരു പ്രശ്നമാണ്. അത് ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ഇവിടുന്ന് ലൈറ്റ് റേ റിഫ്രാക്ട് ചെയ്തതിന് ശേഷം ഡ്രോ ചെയ്ത് ഇവിടുന്നാണ് ശരിക്കും ലൈറ്റ് റേ വരുന്നത് കേട്ടോ. ഞാൻ വരച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ ലൈറ്റ് റേ എന്ന് പറയുന്നത്. അപ്പോൾ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ലൈറ്റ് റേ M2-ലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ലൈറ്റ് റേ മൂവ് ചെയ്യുന്നത് വലത്തോട്ടാണ് വിത്ത് എ വെലോസിറ്റി c. അപ്പോൾ ലൈറ്റ് റേ വലത്തോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് റേനെ ഇടത്തോട്ട് തള്ളുന്നുണ്ട്? നമുക്ക് ഈതർ ഉണ്ട്. ഈതറിലൂടെയാണല്ലോ ലൈറ്റ് റേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈതർ മൂവ് ചെയ്യുന്നത് ഇടത്തോട്ടും ലൈറ്റ് മൂവ് ചെയ്യുന്നത് വലത്തോട്ടുമാണ്. അപ്പം വലത്തോട്ട് c വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ആളെ v വെലോസിറ്റിയിൽ ഈതർ പുറകോട്ട് തള്ളുമ്പോൾ അയാളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് c ആയിരിക്കില്ല, c-v ആയിരിക്കും. നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി അല്ല എടുക്കുന്നത്. നമ്മൾ മുന്നോട്ട് 10 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ മൂവ് ചെയ്യുമ്പം നമ്മളെ മുന്നിൽ ഒരാൾ പുറകോട്ട് തള്ളിയാൽ നമ്മുടെ സ്പീഡ് കുറയല്ലേ ചെയ്യുക. ആ കേസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് c-v. Therefore നമ്മൾ the time taken for the light ray to travel from P to M2 is taken as T2 prime. But T2 prime is equal to distance L divided by velocity, which is c-v. ഇനി നമ്മൾ T2 double prime എടുക്കാം. Let T2 double prime be the time taken by the light ray to reflect from mirror M2 and come back to P. M2-ൽ നിന്ന് തിരിച്ച് P-ലേക്ക് വരാനെടുത്ത ടൈമാണ് T2 ഡബിൾ പ്രൈം എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾസോ ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഡിസ്റ്റൻസ് L തന്നെയാണ്, പക്ഷെ വെലോസിറ്റി എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. നോക്കുക അതെങ്ങനെയാണ് വരുന്നത്. ഈതർ ട്രാവൽ ചെയ്യുന്നത് ഇടത്തോട്ടാണ് വിത്ത് എ വെലോസിറ്റി v. സെക്കൻഡ് കേസിൽ ലൈറ്റും എങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്? ലൈറ്റും ഈതറിന്റെ അതേ ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഈതറും ലൈറ്റും c വെലോസിറ്റിയിൽ ഇടത്തോട്ട് മൂവ് ചെയ്യും. അപ്പം ഫലത്തിൽ എന്താ വരിക? സീന് v വെലോസിറ്റിയിൽ അതേ ഡയറക്ഷനിൽ ഒരാൾ തള്ളിയാൽ അയാളുടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ശരിക്കും വെലോസിറ്റി എന്തായിട്ട് മാറും? c+v ആയിട്ട് മാറും. Therefore T2 double prime is equal to L divided by c+v. Therefore T2 എന്ന് പറയുന്ന ടോട്ടൽ ടൈം എന്ന് പറയുന്നത് T2 പ്രൈം പ്ലസ് T2 ഡബിൾ പ്രൈം ആണ്. അതായത് T2 പ്രൈം പ്ലസ് T2 ഡബിൾ പ്രൈം ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L ഡിവൈഡഡ് ബൈ c-v പ്ലസ് L ഡിവൈഡഡ് ബൈ c+v. ഇയാളെ നമ്മൾ LCM ഒക്കെ എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. അത് നിങ്ങൾ ചെയ്യുക. ദാറ്റ്സ് ഈക്വൽ ടു 2LC ഡിവൈഡഡ് ബൈ c² മൈനസ് v². ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? സീനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കും. സി വാല്യൂ നമ്മൾ കോമൺ ആയി അല്ല c² നമ്മൾ പുറത്തേക്ക് എടുക്കും. അതായത് 2LC ഡിവൈഡഡ് ബൈ ഇതെന്ന് c² പുറത്തെടുക്കും. അപ്പോൾ ബാക്കി എന്താവും? 1 - v² ഡിവൈഡഡ് ബൈ c². ഒരു സിയും ഒരു c² സിയും ക്യാൻസൽ ആയിട്ട് നമുക്ക് T2 എന്ത് കിട്ടും? T2 ഈസ് ഈക്വൽ ടു 2L/c. നമ്മൾ ഈ സീനെ ഇതിൻ്റെ താഴേക്ക് എടുത്ത് എഴുതും. ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 - v² ഡിവൈഡഡ് ബൈ c². നമ്മൾ ഇത് രണ്ടും സെയിം തന്നെയാണ്, നമ്മളൊന്ന് മാറ്റി എഴുതിയെന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യും. അപ്പോൾ ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യാന്ന് പറയുന്ന നേരം T2-ലേക്ക് നമ്മൾ ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യുന്ന നേരം T2 ഈസ് ഈക്വൽ ടു മുകളിലത്തെ ടേമിനെ 2L/c അങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട്
1/1 - v² എന്ന് പറയുന്ന നേരം 1 - v², നമ്മളതിനെ ന്യൂമറേറ്ററിലേക്ക് എടുത്താൽ 1 - v²/c² ദി ഹോൾ റീസ് ടു -1 എന്ന് പറയും. ഇതിലേക്ക് നമ്മൾ ഈ ഒരു ടേമിലേക്ക് ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യാണ്. നിങ്ങൾ ബൈനോമിയൽ തിയറം വേറെ വീഡിയോസൊക്കെ കണ്ട് പഠിക്കുന്നത് നിങ്ങൾ പഠിച്ചതാണ്. =2l/c ഇൻറ്റു ഇതിനെ ബൈനോമിയൽ തിയർ അപ്ലൈ ചെയ്താൽ 1 + v²/c². അപ്പം നമുക്ക് എന്ത് കിട്ടി? T1 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിറൈവ് ചെയ്ത T1 കിട്ടി. നമുക്ക് ഈ വീഡിയോയിൽ എന്തും ഡിറൈവ് ചെയ്തു? നമ്മൾ T2 ഡിറൈവ് ചെയ്തു. സോ ദീസ് ആർ ദി 2 ടൈം പീരീഡ്സ് റിക്വയർഡ്. ഇനി നമുക്ക് എന്ത് കാണണം? ടൈം ഡിഫറൻസ് കാണണം. നമുക്ക് നമ്മുടെ എയിം എന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസ് ആയിരുന്നു. അപ്പോൾ പാത്ത് ഡിഫറൻസ് കാണാൻ ടൈം ഡിഫറൻസ് കാണണം. ദർഫോർ T2 - T1 = ΔT എന്ന് പറയുന്നതാണ് നമ്മുടെ ടൈം ഡിഫറൻസ്. നിങ്ങൾ T2ഉം T1 നമ്മൾ കണ്ടുപിടിച്ചു എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? T2 - T1 = LV²/c³, where L is the distance. ഏതാണ് L എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? PM2 അല്ലെങ്കിൽ PM1, അതാണ് L എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. V is the velocity of the ether and C is the velocity of the radiation, നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ്റെ വെലോസിറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ΔT എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പാത്ത് ഡിഫറൻസ് എന്തായിരിക്കും? പാത്ത് ഡിഫറൻസ് ΔX = വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് C ആണ് ഇൻറ്റു ΔT, ദാറ്റ് ഈസ് ഈക്വൽ ടു C ഇൻറ്റു LV²/c³ എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു LV²/c². അപ്പോൾ ഇതാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന പാത്ത് ഡിഫറൻസ് ഇൻ ഫസ്റ്റ് കേസ്. ഇനി നമ്മൾ സെക്കൻഡ് കേസ്, നമ്മൾ മറ്റൊരു കേസും കൂടി എടുക്കുന്നുണ്ട്. ദ സെക്കൻഡ് കേസ്, ദിസ് ഈസ് ദി ഫസ്റ്റ് കേസ്. ഫസ്റ്റ് കേസിൽ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന പാത്ത് ഡിഫറൻസ് ആണ് LV²/c². ഇനി നമ്മൾക്ക് എന്താണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അപ്പാരറ്റസ് നമ്മൾ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈതർ ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത് വിത്ത് എ വെലോസിറ്റി v, ലൈറ്റ് വലത്തോട്ട് മൂവ് ചെയ്യുന്ന ആ രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, നമ്മുടെ അപ്പാരറ്റസ് ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അപ്പാരറ്റസിന്റെ അറേഞ്ച്മെന്റ് കറക്റ്റ് 90 ഡിഗ്രി അങ്ങ് റൊട്ടേറ്റ് ചെയ്യും. ശ്രദ്ധിക്കുക, കറക്റ്റ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ മൊത്തം അപ്പാരറ്റസ് കറക്റ്റ് 90 ഡിഗ്രിയിലൂടെ റൊട്ടേറ്റ് ചെയ്താൽ ഈതറിന്റെ ഡയറക്ഷൻ മാറുന്നില്ല. ഞാൻ അപ്പാരറ്റസ് മാത്രമേ റൊട്ടേറ്റ് ചെയ്തുള്ളൂ, വേറൊന്നും മാറുന്നില്ല. ഈതറിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് തന്നെയാണ്? റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ്. ഇങ്ങനെയാണ് ഈതറിന്റെ ഡയറക്ഷൻ വരുന്നത്. ബാക്കി നമ്മുടെ അപ്പാരറ്റസിന്റെ സെറ്റിങ്സ് മൊത്തം മാറി. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് എടുക്കുകയായിരുന്നെങ്കിൽ ഈ ലൈറ്റ് റേ നോക്കുക. ഈതർ മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിൽ, ലൈറ്റ് റേ മൂവിങ് പെർപെൻഡിക്കുലാർ ടു ഈതർ ആണ്. ഈ ലൈറ്റ് റേ മൂവിങ് അലോങ് ദി ഡയറക്ഷൻ പാരലൽ ആൻഡ് ആന്റി പാരലൽ ടു ഡയറക്ഷൻ ഓഫ് ഈതർ ആണ്. നമ്മൾ ഇതിനെ കറക്റ്റ് 90 ഡിഗ്രിയിലൂടെ അപ്പാരറ്റസിനെ തിരിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന അറേഞ്ച്മെന്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആവും. നേരത്തെ ഇയാൾ ഈതറിനോട് പെർപെൻഡിക്കുലർ ആയിരുന്നെങ്കിൽ ഇയാൾ ഈതറിനോട് എന്തായി? പാരലൽ ആൻഡ് ആന്റി പാരലലായി. ഇയാൾ എന്തായി? ഈതർ ഇങ്ങനെ ലെഫ്റ്റിലോട്ടല്ലേ മൂവ് ചെയ്യുന്നത്, ഇയാൾ എന്തായി? ഇറ്റ് ബിക്കെയിം പെർപെൻഡിക്കുലാർ ടു ദി ഡയറക്ഷൻ ഓഫ് ദി വെലോസിറ്റി ഓഫ് ഈതർ. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ഈ രണ്ട് ലൈറ്റ് റേസും കിട്ടുന്നത്. അപ്പോൾ ദർ വിൽ ബി എ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. അവിടെ ഒരു ഫേസ് ഷിഫ്റ്റ് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അപ്പോൾ ഇത് കേസ് 1 ആണ്. കേസ് 1. കേസ് 2 നമ്മൾ അപ്പാരറ്റസ് 90 ഡിഗ്രി തിരിച്ചാൽ നമ്മുടെ കേസ് 2 ആവുമ്പം അവിടെ എന്ത് വരും? ഒരു നെഗറ്റീവ് സൈൻ വരും. മാഗ്നിറ്റ്യൂഡ് ഒക്കെ സെയിം ആയിരിക്കും. അതെങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. -LV²/c² എന്ന് പറയുന്നതായിരിക്കും കേസ് 2ലെ പാത്ത് ഡിഫറൻസ്. അപ്പോൾ ടോട്ടൽ പാത്ത് ഡിഫറൻസ് രണ്ട് കേസിലെയും ടോട്ടൽ പാത്ത് ഡിഫറൻസ് എടുത്തു നോക്കിയപ്പം അവർക്ക് എന്ത് കിട്ടി? ദ ടോട്ടൽ പാത്ത് ഡിഫറൻസ് ΔXT ഈസ് ഈക്വൽ ടു ഇയാളെ മൈനസ് ഇയാളെ. അപ്പം ഇത് ΔX1 ആണെങ്കിൽ ഇത് ΔX2 ആണെങ്കിൽ ദ ടോട്ടൽ പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ΔX1 മൈനസ് ΔX2, വിച്ച് ഈസ് ഈക്വൽ ടു LV²/c² മൈനസ് LV²/c². അപ്പം മൈനസും മൈനസും എന്താവും? പ്ലസ് ആവും. അപ്പോൾ ΔXT ഈസ് ഈക്വൽ ടു 2LV²/c². അപ്പം നമ്മൾ ഇങ്ങനെ ആണ് നമ്മുടെ ഫൈനൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്.
അപ്പൊ ശരിക്കും എക്സ്പെരിമെന്റ് എന്തുദ്ദേശിച്ചായിരുന്നു തുടങ്ങിയത്? അവിടെ ഒരു ഈതർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഇങ്ങനെ ഒരു പാത്ത് ഡിഫറൻസ് കിട്ടണം. വി ഇസ് ദ വെലോസിറ്റി ഓഫ് ദി ഈതർ. അപ്പോൾ ഒരു ഈതർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പാത്ത് ഡിഫറൻസ് കിട്ടണം മൈക്കൽസൺ മോർലി എക്സ്പെരിമെന്റ് ചെയ്താൽ. പക്ഷെ മൈക്കൽസണും മോർലിയും എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ അവർക്ക് എന്ത് കിട്ടിയില്ല? ആ ഡെൽറ്റ എക്സ് ടി എന്ന് പറയുന്ന പാത്ത് ഡിഫറൻസ് അവർക്ക് കിട്ടിയില്ല. അപ്പം നമുക്കൊരു നൾ റിസൾട്ട്, അതായത് നമ്മൾ ഉദ്ദേശിച്ചതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് എക്സ്പെരിമെന്റിൽ കിട്ടിയത്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മൾ എന്തായിരുന്നു അസ്യൂം ചെയ്തത്? ഈതർ ഉണ്ടെന്നാണ് അസ്യൂം ചെയ്തത്. ഈതർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഡെൽറ്റ എക്സ് ടി അവിടെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ നമുക്ക് ഡെൽറ്റ എക്സ് ടി കിട്ടിയില്ല. അതിനർത്ഥം എന്താണ്? ഈതർ ഡസ് നോട്ട് എക്സിസ്റ്റ്. ദിസ് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് മൈക്കൽസൺ ആൻഡ് മോർലി എക്സ്പെരിമെന്റ്.